ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെസഹാപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സോ ഗൈസ്, ദിസ് ഇസ് ആൻഡ്രി ക്രേവിങ്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ഇവിടെയൊക്കെ പെസഹാപ്പത്തിന് കലത്തപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഉഴുന്നും പച്ചരിയും കൂടെ തലേന്ന് കുതിർത്ത് വെക്കണം. കലത്തപ്പം ഉണ്ടാക്കുന്ന അന്ന് രാവിലെയാണ് മാവ് അരച്ച് വെക്കുക. മാവ് പുളിക്കാൻ പാടില്ല. ഉഴുന്നും അരിയും അരച്ചതിലേക്ക് ഒരു മുറി തേങ്ങ, കുഞ്ഞുള്ളി, കുറച്ച് ജീരകം എന്നിവ കൂടി അരച്ച് ചേർക്കുക. പിന്നെ നമ്മുടെ കലത്തപ്പത്തിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത് വറുത്തതും കുറച്ചധികം കുഞ്ഞുള്ളി ചെറുതായി എരിഞ്ഞ് നല്ലപോലെ വറുത്തെടുത്തതുമാണ്. വറുത്ത് വെച്ച കുഞ്ഞുള്ളിയും തേങ്ങാക്കൊത്തും അരച്ച് വെച്ച് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഉപ്പും കുഞ്ഞുള്ളിയൊക്കെ നല്ലപോലെ നമ്മുടെ മാവിൻ്റെ കൂടെ യോജിക്കുന്നത് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇരിക്കണം. പിന്നെ നമുക്കൊരു 10 മിനിറ്റ് നമ്മുടെ ഈ മാവ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ, ഉരുളി ചൂടാവുന്ന നേരം വരെ. ഇനി നമുക്ക് കലത്തപ്പം ചൂടാം. ഉരുളിയിലാണ് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുന്നത്. ഉരുളി നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മളിത് പള്ളിയിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുരുത്തോല കൂടി വെച്ച് കൊടുക്കും കേട്ടോ. കുരിശിൻ്റെ ഷേപ്പിൽ നമ്മുടെ കുരുത്തോല വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ച് ഒന്ന് പയ്യെ പരത്തി കൊടുക്കും. ഒരുപാട് കട്ടി കുറയ്ക്കാനൊന്നും പോകണ്ട, ചെറിയ കട്ടിയിലാണ് കലത്തപ്പം ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ മാവിൻ്റെ മുകളിലും കൂടെ കുരുത്തോല വെച്ച് കൊടുക്കും കേട്ടോ, കുരിശിൻ്റെ ഷേപ്പിൽ. ശേഷം നമ്മളിത് മൂടി വെച്ച് വേവിക്കണം. ഒരു സൈഡ് നല്ലപോലെ ചുവന്ന് മുരിഞ്ഞ് വരുന്ന പാകത്തിന് ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കും. മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡിയാവും. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ബാക്കി മാവ് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കലത്തപ്പം ചുട്ടെടുക്കാം ഇതേപോലെ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ പാൽ കുറുക്കണമെന്ന് നോക്കിയാലോ. പാൽ കുറുക്കാൻ വേണ്ടിയിട്ട് 2 തേങ്ങയുടെ പാലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ അയൽവക്കത്തു നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് പാൽ കുടിക്കാൻ വരുന്നതുകൊണ്ടാണ് ഇത്രയും എമൗണ്ടിൽ നമ്മൾ പാൽ കുറുക്കുന്നത് കേട്ടോ. പാൽ കുറുക്കാനായിട്ട് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും അതുപോലെ 3-ാം പാലും നമ്മൾ എടുക്കും കേട്ടോ. 3ഉം കൂടെ നമ്മൾ ഒരുമിച്ചിട്ടിട്ടാണ് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നത്. പിന്നെ ചുക്കും ഏലക്കയും ജീരകവും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ച 1-ാം പാലും 2-ാം പാലും കൂടെ നമുക്കൊരു കലത്തിലേക്ക് ആക്കി വയ്ക്കാം. 3-ാം പാലിൽ കുറച്ച് അരിപ്പൊടിയും ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ കലത്തിലെ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഈ ഒരു മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അരിപ്പൊടിയുടെ ഈ ഒരു മിക്സും കൂടെ നമ്മുടെ പാലിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മധുരത്തിന് ആവശ്യമുള്ള പോലെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഞങ്ങളിവിടെ ഒരു 3.5 കൈയിലോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും വീട്ടിൽ അമ്മാമ്മയാണ് കേട്ടോ പാൽ കുറുക്കുക. പഞ്ചസാര ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അമ്മാമ്മ പാലിൽ പയ്യെ ഒന്ന് കൈ മുക്കി കയ്യിൽ പാലാക്കിയിട്ട് കലത്തയിലും അടുപ്പയിലൊക്കെ പ്രസ് കൊടുക്കും. ഇതിപ്പോൾ കാണാം കേട്ടോ, കണ്ടോ പാൽ മുക്കി കുരിശിറക്കുന്നത്. ഇത് എല്ലാ പ്രാവശ്യം ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. ഇനിയാണ് പണി. ഇത് കൈ വിടാതെ ഇളക്കി കുറുക്കിയെടുക്കണം. ഇതിലോട്ട് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചുക്കും ഏലക്കയും ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങിയെടുക്കാം. നമ്മുടെ പെസഹ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ഒരുപാട് ഭക്തിയോടും വിശുദ്ധിയോടും കൂടിയിട്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഈ തേങ്ങാപ്പാലും കലത്തപ്പവും ഉണ്ടാക്കുന്നത്. പെസഹയ്ക്ക് മാത്രമാണ് ഇത് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ കൊല്ലത്തിലൊരിക്കൽ മാത്രമേ കലത്തപ്പവും ഈ പാലും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ പെസഹാപ്പവും പാലും ഇങ്ങനെയാണ് ചെയ്യുക. പലയിടത്തും പല രീതിയിലാണ് ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ പെസഹാപ്പത്തിൻ്റെയും പാലിൻ്റെയൊക്കെ റെസിപ്പി കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ടൈം അപ്പോൾ പെസഹയ്ക്ക് അത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇനി ഉടനെ തന്നെ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ കലത്തപ്പത്തിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ റെസിപ്പി ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ പുതിയ വീഡിയോസിനൊക്കെ ആയിട്ട് സ്റ്റേ ട്യൂൺ ടു എ ആൻഡ് ഐ ക്രേവിങ്സ്.